ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും എല്ലാം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുവാനും അത് ധ്യാനിക്കുവാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുമായിട്ട് ഈ നിമിഷങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. ഈശോ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയമാണിത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 107 അധ്യായം അതിന്റെ 20 വചനം. സങ്കീർത്തനം 107:20. അവിടെ വചനം പറയുകയാണ്, അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ രോഗങ്ങളിൽ നമുക്ക് സൗഖ്യം നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് കണ്ണുനീരിലും തകർച്ചയിലും വേദനയിലും കടന്നു പോകുന്ന ഒരു ദൈവവേദനാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ഇടപെടുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലുമ്പോൾ, ഈശോയെ, ഇന്ന് ഞാൻ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ സൗഖ്യവും വിടുതലും അനുഗ്രഹവും അഭിഷേകവും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ, ഒരു മധ്യവയസ്സിനോടടുത്ത ഒരു ചേച്ചി തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരുമെല്ലാം പങ്കുവെക്കാനായിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മിഡിൽ ക്ലാസ്, ഒരു സാമാന്യം കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ ചേച്ചിയുടെ കുടുംബം. വിവാഹത്തിന് ശേഷം 3 കുഞ്ഞുങ്ങളുണ്ടായി. ജീവിത പങ്കാളി ഒരു ബിസിനസ് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ബിസിനസ് ആരംഭിക്കുന്നത് വരെ അവരുടെ കുടുംബത്തിൽ ആ ചേച്ചി പറയുന്നത് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ബിസിനസ് പുരോഗതിപ്പെട്ടു. അപ്പം വീട്ടില് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലേക്കൊക്കെ വരാൻ തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചി പറയുകയാണ്, ഹസ്ബൻഡ് മദ്യപാനം ആരംഭിച്ചു. കൂട്ടുകാരായി. അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ വരാതെയായി. പാതിരാത്രിയിലൊക്കെ വീട്ടിൽ കയറി വരും. വീട്ടിൽ വലിയ ബഹളമായി. അങ്ങനെ കുടുംബജീവിതം ആകെ താറുമാറായി. കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടായി. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ സാമ്പത്തികമായിട്ട് പതിയെ 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 പരാജയത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ചേച്ചി ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ജോലിയിൽ നിന്നും കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവുകളും നടക്കണം. വീട്ടിലെ ഭക്ഷണം, മറ്റു കാര്യങ്ങള്, എല്ലാ ബില്ലുകളും അടയ്ക്കണം. ഇതെല്ലാം ചേച്ചിയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ്. ഇത് കൂടാതെ വീട്ടിലെ യാതൊരു കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാതെ, വീട്ടിലെ ഉള്ളവരെ സ്നേഹിക്കാതെ, വീടിന്റെ കാര്യങ്ങളൊന്നും ലുക്ക് ആഫ്റ്റർ ചെയ്യാതെ ഇരിക്കുന്ന ഹസ്ബൻഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ വിപരീതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ചേച്ചി ഇപ്പോൾ കടന്നു പോവുക. ഈ സഹനത്തിന്റെയും കണ്ണുനീരിന്റെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് അവസാനം ചേച്ചിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ചേച്ചി ചോദിച്ചു, ഇതിനെക്കാട്ടിലും ഭേദം ഒരു ഡൈവോഴ്സ് വാങ്ങിച്ചിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി ജീവിക്കുന്നതല്ലേ നല്ലത്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഒത്തിരി വേദനയുണ്ടാക്കി. ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചപ്പോൾ ബൈബിളിൽ നിന്നും കിട്ടിയ വചനം ഇതായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്, ഈശോ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ചേച്ചിയായിട്ട് ഷെയർ ചെയ്തു. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ചേച്ചിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് താഴേക്ക് ഒഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് ആ ചേച്ചിയുടെ ഈ വചനത്തെ കുറിച്ചെല്ലാം പറഞ്ഞ് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചിയുടെ മുഖത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി, വലിയൊരു ആനന്ദമുണ്ടായി. താൻ ആയിരിക്കേണ്ട ജെറുസലേം,
തന്റെ കുടുംബ ജീവിതമാണ് എന്നുള്ള വലിയൊരു ബോധ്യം ആ ചേച്ചിക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, താനായിരിക്കേണ്ട ആ കുടുംബ ജീവിതത്തിൽ, താനായിരിക്കേണ്ട ആ ജെറൂസലേമിൽ പീഡാസഹനത്തിന്റെയും ഉയർപ്പിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള വലിയൊരു ബോധ്യം ചേച്ചിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, താനായിരിക്കേണ്ട ജെറൂസലേമിൽ താൻ പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ താനും തന്റെ കുടുംബത്തിലുള്ളവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയുമെന്നുള്ള ഒരു വലിയ ബോധ്യം ചേച്ചിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ചേച്ചിക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ സാധിച്ചു. ഏത് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും തന്റെ കുടുംബത്തിൽ തന്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം തന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചുകൊണ്ട്, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനമെടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് ഒരു പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ ആ ചേച്ചി കടന്നുപോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ ഒരു ചെറിയ ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വിഷയം ഇതാണ്: നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഏതാണ് നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേം? കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കേണ്ട ജെറൂസലേം എന്ന് പറയുന്നത് അവന്റെ കുടുംബ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, സന്യസ്ത ജീവിതം നയിക്കുന്ന ഒരു സിസ്റ്റർ, ഒരു നൺ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആയിരിക്കേണ്ട ജെറൂസലേം അവരുടെ സന്യസ്ത ജീവിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആയിരിക്കേണ്ട, ആ വൈദികൻ ആയിരിക്കേണ്ട, ആ അച്ഛൻ ആയിരിക്കേണ്ട ജെറൂസലേം എന്ന് പറയുന്നത് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷകളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് എങ്കിൽ ഇത് പിശാചിന് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട്, ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട്, നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേമിൽ നിന്നും നമ്മളെ പുറത്തു ചാടിക്കാനായിട്ട് എല്ലാവിധ പ്രലോഭനങ്ങളും പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രലോഭനമായിരിക്കും നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേമിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു പോകണം. ഞാൻ അനേകം ശുശ്രൂഷകര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ശുശ്രൂഷ ജീവിതം മതി, ഇത് നിർത്തുകയാണ്, ഇത് മതി, ഇനി ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് അനേകം പേര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സന്യസ്ത ജീവിതം നയിക്കുന്ന അനേകം പേരുടെ ഹൃദയങ്ങളിലൂടെ, അല്ലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അനേകം പേരുടെ ഹൃദയങ്ങളിലൂടെ ഒരിക്കലെങ്കിലും ഈ ഒരു ചിന്ത സാത്താൻ കടത്തിവിടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നത് നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേമിൽ ആയിരിക്കുമെന്ന് പിശാചിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ആ ജെറൂസലേമിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയും പുറത്തേക്ക് ആനയിക്കുവാൻ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുതെന്ന് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ 2025 വർഷങ്ങൾക്കപ്പുറവും ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ ഒരു കാര്യം, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് എന്ന് പറഞ്ഞ കാര്യം ഇന്നും എന്തുകൊണ്ടാണ് പ്രസക്തമായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് 3 കാരണങ്ങൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ജെറൂസലേം വിട്ട് പോകാതെ ഇരിക്കേണ്ടത്? അതിന്റെ 1-ാമത്തെ കാരണം ഇതാണ്: നമ്മളിലൂടെയുള്ള ദൈവഹിതം നിറവേറുന്നത്, അല്ലെ നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേമിൽ വെച്ചാണ്. ഇതാണ് 1-ാമത്തെ കാരണം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് നമ്മൾ ആയിരിക്കുന്ന ജെറൂസലേമിൽ വെച്ചാണ്. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്നേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം. നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി കർത്താവ് അരുളി ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏത് രാജ്യത്തായിരുന്നാലും, നമ്മൾ ഇന്ന് ഏത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നാലും, നമ്മൾ ഇന്ന് ഏത് ജോലി ചെയ്യുന്നവരായിരുന്നാലും, നമ്മൾ ഇന്ന് ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ളവരായിരുന്നാലും, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ട് എന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ ആയിരിക്കേണ്ട ജെറൂസലേമിൽ വെച്ചാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ബൈബിൾ ഒന്ന് കരങ്ങളിൽ എടുക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ബൈബിളുമായിട്ട് കടന്നു വരികയാണെങ്കിൽ ആ പറയുന്ന ബൈബിൾ വചനങ്ങളൊക്കെ, ആ റെഫറൻസസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുമായിരിക്കും. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 31. ലൂക്കയുടെ സുവിശേഷം 18-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: അവൻ 12 പേരെയും അവൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു. അവൻ 12 പേരെയും തന്റെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം അവിടെ വെച്ച് പൂർത്തിയാകും.
പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ചിട്ട് ഈശോ പറയുകയാണ്, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകാൻ പോവുകയാണ്. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം അവിടെ വെച്ച് പൂർത്തിയാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ഈശോ പറയുകയാണ്, തന്നെ കുറിച്ച് പ്രവാചകന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നേ എഴുതി വെച്ചതെല്ലാം ഇതാ ജെറുസലേമിൽ വെച്ച് പൂർത്തിയാകാൻ പോവുകയാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, രക്ഷാകര ചരിത്രവുമായിട്ട് പീഡാസഹനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ജെറുസലേമിലും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും വെച്ചായിരുന്നില്ലേ? അന്ന് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം പട്ടണത്തിലേക്കല്ലേ ഓശാന ഞായറാഴ്ച ഈശോ കടന്നു വന്നത്? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, അന്ത്യത്താഴം, പെസഹ ആചരണം ജെറുസലേമിൽ വെച്ചായിരുന്നില്ലേ? ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഒറ്റിക്കൊടുക്കപ്പെട്ടത് ജെറുസലേമിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വെച്ചായിരുന്നില്ലേ? ഈശോ പീഡകളെ ഏറ്റുവാങ്ങിയത്, പ്രിയപ്പെട്ടവരെ, ഗോൽഗോത്തായില് 3 നാണികളിന്മേല് ഓരോ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി, നമുക്ക് വേണ്ടി മരിച്ചത് ജെറുസലേമിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും വെച്ചായിരുന്നില്ലേ? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് ജെറുസലേമിൽ വെച്ചായിരുന്നില്ലേ? അങ്ങനെ ഈശോയുടെ രക്ഷാകര ചരിത്രവുമായിട്ട്, അതല്ലെങ്കിൽ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നത് ജെറുസലേമിലും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും വെച്ചായിരുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയെ കുറിച്ച് പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് ജെറുസലേമിൽ വെച്ചായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എവിടെ വെച്ചായിരിക്കും പൂർത്തീകരിക്കപ്പെടുക? അത് മറ്റൊരിടത്തും വെച്ച് പൂർത്തീകരിക്കപ്പെടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ വെച്ച് മാത്രമേ നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ബൈബിൾ, പരിശുദ്ധ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവളെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുന്നത് അവളായിരിക്കേണ്ട കുടുംബത്തിൽ വെച്ചായിരിക്കും. തന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എല്ലാം നിർവഹിച്ച് ആ കുടുംബത്തിലായിരിക്കുമ്പോഴായിരിക്കും അവളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുക. സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ സന്യസ്ത ജീവിതത്തില് സഭാ അധികാരികൾ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുറുമുറുപ്പ് കൂടാതെ, പരാതി കൂടാതെ ദൈവത്തോട് ചേർന്ന് ആ സന്യസ്ത ജീവിതം വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും പ്രിയപ്പെട്ടവരെ, ഒരു സന്യസ്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുക. ഇനി ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ് എങ്കിൽ ദൈവഹിതപ്രകാരം ആ പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുമ്പോഴായിരിക്കും ആ വ്യക്തിയെക്കുറിച്ചുള്ള, ആ അച്ഛനെ-കുറിച്ചുള്ള, ആ വൈദികനെ-കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ആ അച്ഛന്റെ ജീവിതത്തിൽ നിറവേറുക. അപ്പോൾ നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ വെച്ചാണ് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ഈശോ ജെറുസലേം വിട്ട് പോകരുത് എന്ന് നമ്മോട് പറയുന്നതിനുള്ള ഒരു കാരണം കൂടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാണ്: നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ പീഡാസഹനമുണ്ട്, ഉയർപ്പുണ്ട്. നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ പീഡാസഹനവും ഉയർപ്പുമുണ്ട് എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 32-ഉം 33-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം അവിടെ വെച്ച് പൂർത്തിയാകുമെന്ന് ഈശോ ശിഷ്യന്മാരോട് 31-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. 32-33 വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും, അവർ അവനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യും, അവർ അവന്റെ മേൽ തുപ്പും, അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പരിഹസിക്കും, അവർ അവനെ അപമാനിക്കും, അവന്റെ മേൽ തുപ്പും, അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തിൽ തീരുന്നതല്ല തന്റെ രക്ഷാകര ജീവിതമെന്ന് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതിനുശേഷം 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശ് മരണം നടന്നതും 3-ാം ദിവസം ഉയർപ്പ് നടന്നതുമെല്ലാം ജെറുസലേമിൽ വെച്ചായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ ഇന്ന് അനേകം സഹനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളി അനുഭവത്തിന് ശേഷം ഒരു ഉയർപ്പ് ഞായറിന്റെ അനുഭവം ഞാൻ ആയിരിക്കേണ്ട ജെറുസലേമിൽ ദൈവം എനിക്കായിട്ട് തരുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ. ഒരു ദുഃഖവെള്ളി അനുഭവത്തിൽ തീരുന്നതല്ല നമ്മുടെ ജീവിതം. 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. ഒരു ഉയർപ്പ് ഞായറിന്റെ അനുഭവത്തിലൂടെ ഈശോ നമ്മളെല്ലാം കൂട്ടിക്കൊണ്ട് പോകും പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സന്താപത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നാളെ ഈശോ അത് സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റും. പ്രിയപ്പെട്ടവർ, ഇന്നൊരു അപമാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ അത് അംഗീകാരമായിട്ട് ഈശോ മാറ്റും. ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതമാണ് എന്റേതും നിങ്ങളുടേതുമെങ്കിൽ നാളെ ദൈവം അത് നമുക്ക് വലിയ കൃപയായിട്ട് മാറ്റും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളായിരിക്കേണ്ട ജെറുസലേമിലാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് അത് കുടുംബ ജീവിതമാണ്. സന്യസ്ത ജീവിതം നയിക്കുന്നവർക്ക് അത് സന്യസ്ത ജീവിതമാണ്. പൗരോഹിത്യ ശുശ്രൂഷകൾ നയിക്കുന്നവർക്ക് അത് തങ്ങളുടെ പൗരോഹിത്യമാണ്. ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുന്നവർക്ക് അത് തങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം പറയുന്നത് 30-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം. സങ്കീർത്തനം 30:11, അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി, അവിടുന്ന് എന്റെ ചാക്കു വസ്ത്രത്തെ അഴിച്ച് എന്നെ ആനന്ദം അണിയിച്ചു. എന്റെ വിലാപമാണോ? ഇന്ന് വിലാപത്തിന്റെ അവസ്ഥയാണോ? ദുഃഖത്തിന്റെ അവസ്ഥയാണോ? സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കും. ഇന്ന് വിലപിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ വിലപിക്കുന്ന ജീവിതാവസ്ഥകളെ ആനന്ദ നൃത്തമാക്കി ദൈവം മാറ്റുമെന്നാണ് പറയുന്നത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. പൗലോസ് പരിശുദ്ധാത്മാ പറയുന്നില്ലേ, റോമ 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് നാം കരുതുന്നു. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പീഡാസഹനങ്ങൾക്ക് ശേഷം നാളെ ഒരു ഉയർപ്പ് ഞായറുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ ആയിരിക്കേണ്ട ജെറുസലേമിൽ പീഡാസഹനമുണ്ട്, അതിനുശേഷം ഒരു ഉയർപ്പുണ്ട്. മൂന്നാമതായിട്ട് എന്തുകൊണ്ടാണ് ഈശോ ജെറുസലേം വിട്ട് നമ്മൾ പോകരുത് എന്ന് നമ്മളോട് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതും നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നതും നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതും നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നതും നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ വെച്ചാണ്. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ തന്റെ ശിഷ്യന്മാരെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുവിൻ. എന്നിട്ട് 5-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങളില്, യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, കാരണം അധികം വൈകാതെ നിങ്ങൾ, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം വായിച്ചിട്ടുള്ളവർക്കറിയാം, 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈശോയുടെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും എല്ലാം ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോസ്തല പ്രവർത്തനം 1:14 വചനം ഇപ്രകാരം പറയുന്നില്ലേ, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് ജെറുസലേമിൽ കാത്തിരുന്നപ്പോഴല്ലേ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് അഗ്നിരൂപത്തിൽ എഴുന്നള്ളി വരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവർ തങ്ങൾക്ക് ലഭിച്ച ഭാഷണപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞത് കേട്ട് അതനുസരിച്ച് അവർ ജെറുസലേമിൽ കാത്തിരുന്നപ്പോഴാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം പറന്നിറങ്ങിയത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേം, അതൊരു പക്ഷേ ഇന്ന് എന്റെ കുടുംബജീവിതമായിരിക്കാം, സന്യസ്ത ശുശ്രൂഷ മേഖലകളായിരിക്കാം, പൗരോഹിത്യ ശുശ്രൂഷ മേഖലകളായിരിക്കാം, അതല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളായിരിക്കാം. അവിടെ നമ്മൾ പ്രാർത്ഥനയോടെ, ക്ഷമയോടെ, വിശുദ്ധിയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപാവരങ്ങൾ വർഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. 3 കാര്യങ്ങൾ ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിച്ചു. നമ്മൾ ജെറുസലേം വിട്ട് പോകാതിരുന്നാൽ, 1, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ വെളിവാക്കപ്പെടും, പൂർത്തീകരിക്കപ്പെടും. 2, നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേമിൽ പീഡാസഹനം ഉണ്ടാകും. എന്നാൽ പീഡാസഹനത്തിന് ശേഷം ഒരു ഉയർപ്പിന്റെ അനുഭവങ്ങളിലൂടെയും ഈശോ നമ്മളെ കടത്തിക്കൊണ്ടു പോകും. 3, നമ്മൾ ആയിരിക്കേണ്ട ജെറുസലേം വിട്ട് നമ്മൾ പോകാതിരുന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ വ്യക്തി ജീവിതങ്ങളായിട്ട് മാറും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേമാണ് കുടുംബങ്ങൾ.
നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേമാണ് നമ്മുടെ തിരുസഭ. നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേമാണ് നമ്മുടെ ശുശ്രൂഷ മേഖലകൾ. ഈ മേഖലകളില് ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ കരം പിടിച്ച്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ മുന്നേറുമ്പോൾ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും. നമുക്ക് സഹനങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായാലും വലിയ ഉയർപ്പ് ഞായറിന്റെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അവസാനമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എങ്കിൽ ഈ പ്രാർത്ഥന, ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലുക. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അഴിയാതെ കിടക്കുന്ന കുരുക്കുകളെ അഴിക്കുന്ന പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതങ്ങളിലെ വലിയ കുരുക്കുകളെ അഴിച്ച് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ രോഗ അവസ്ഥയായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതയായിരിക്കാം, ജോലി കിട്ടാത്ത അവസ്ഥയായിരിക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട കുടുംബ ജീവിതവുമായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, കണ്ണുനീരിന്റെയും തകർച്ചയുടെയും രോഗത്തിന്റെയും എല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവപൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. കുരുക്കുകൾ അഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന സമയമാണ്. കന്യകാമറിയമേ, അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എന്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എന്റെ ജീവിതത്തിന്റെ നാട ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്നു. നീയാകുന്നു എന്റെ ശരണം. തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ആവുകയില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതെത്ര നാള് പഴക്കമുള്ളതായാലും, എത്ര കോംപ്ലിക്കേറ്റഡ് ആയാലും, അതെത്ര ഇമ്പോസിബിൾ ആണെന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞാലും, വചനം പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ നിമിഷങ്ങളിൽ മൗനമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എന്റെ ശരണം, എനിക്ക് തരുന്ന ഏക ആശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിലെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷകൾ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.